وعليكم السلام ورحمة الله وبركاته. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. തുടങ്ങാണേ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ക്ലാസ്സില് നരകത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയാണ് ഇൻഷാ അല്ലാ. പിന്നെ നരകം ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. പിന്നെ അതില് മുഅ്തസില വിഭാഗവും ഖദരിയ വിഭാഗവും മാത്രമാണ് അത് നിഷേധിക്കുന്നത്. അവര് പറയണത് അന്ത്യനാളിലാണ് നരകം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ബാക്കി എല്ലാവരും അല്ലെ ഏക അഭിപ്രായമാണ്, നരകം ഓൾറെഡി സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. നമുക്ക് പരിശുദ്ധ ഖുർആനിലാവട്ടെ തിരുസുന്നത്തിലാവട്ടെ നമുക്ക് അതിന്റെ തെളിവുകൾ കാണാം. പിന്നെ നരകത്തിന്റെ കാവലാളുകളെ കുറിച്ച് പറഞ്ഞു. അവര് പരുഷ സ്വഭാവമുള്ള അല്ലെ ഭീമാകാരികളായിട്ടുള്ള മലക്കുകളാണ്. അവർക്ക് ദയ ഉണ്ടാവൂല അല്ലെ, ആരോടും ഒരു അനുകമ്പ ഒന്നും ഉണ്ടാവൂല. അപ്പൊ അവിടെ ശുപാർശ ഒന്നും നടക്കൂല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവരോട് കൽപ്പിച്ചത് അത് അവരനുസരിക്കും. പിന്നെ ആരോടും പ്രത്യേക മമത ഉണ്ടാവൂല. പിന്നെ നരകത്തിന്റെ വ്യാപ്തിയും ആഴവും പറഞ്ഞു. നമ്മള് വ്യാപ്തി ആഴം കുറിക്കുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞു. അത് ഒന്ന്, നരകത്തില് പ്രവേശിക്കപ്പെടുന്ന ആളുകൾ അല്ലെ ഇന്നീ കാണുന്ന രൂപത്തിലല്ല, മെലിഞ്ഞവരോ അല്ലെങ്കിൽ നമുക്കറിയാലേ ഒരു എത്ര തടിച്ചാലും മനുഷ്യന്മാരൊരു കണക്കുണ്ട് അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവിടെയുള്ള ആളുകളുടെ പ്രകൃതം തന്നെ മാറിയിട്ടുണ്ടാവും. അത്രയും ഭീമാകാരികളായിട്ടുള്ള ആയിട്ടായിരിക്കും അവിടേക്ക് ഒരു പാപിയായിട്ടുള്ള ആള് പ്രവേശിക്കുക. പിന്നെ അപ്പൊ അത് തന്നെ നരകത്തിന്റെ ആ ഒരു വലിപ്പം കുറിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് ഒരു കല്ലിട്ടാല് അല്ലെ, ഒരു നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു കല്ലിട്ടാല് അത് വർഷങ്ങൾ എടുത്തിട്ടാണ് അതിന്റെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തുക അല്ലെ. ഇപ്പൊ അതിലൊരു ഹദീസിൽ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിന്നെ നരകത്തിന്റെ മുകളിൽ നിന്ന് ഇട്ട ഒരു ശബ്ദം കേൾക്കുമ്പോ അല്ലെ, അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾക്ക് അറിയോന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല റസൂലേ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇതൊരു കല്ലാണ്, നരകത്തിൽ 70 വർഷങ്ങളായി അത് എറിയപ്പെട്ടിട്ട് അത് ഇതുവരേക്കും നരകത്തിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു അല്ലെ. 70 വർഷമായി ആ കല്ല് എത്തിയിട്ടില്ല, ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ അല്ലെ, അവിടെ വന്ന് പതിക്കുന്നതേ ഉള്ളൂ. പിന്നെ അന്ത്യനാളിൽ നരകത്തെ കൊണ്ടുവരുന്ന മലക്കുകളുടെ എണ്ണപ്പെരുപ്പം, അതും എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്, നരകത്തിന്റെ ആ ഒരു വ്യാപ്തിയും ആഴവും അല്ലെ അതിനെ സൂചിപ്പിക്കുകയാണ്. എത്രയാണ് എണ്ണം? അന്ന് നരകം കൊണ്ടുവരപ്പെടും, അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണിനും 70,000 വീതം മലക്കുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ 70,000 കടിഞ്ഞാണുകൾ ഉണ്ട്. ആ കടിഞ്ഞാണുകൾ ആരെ വഹിക്കുക? ഓരോ കടിഞ്ഞാണിനും 70,000 വീതം മലക്കുകൾ ഉണ്ടാവും അല്ലെ. അപ്പം നമുക്കറിയാം ഒരു മലക്കിന്റെ ശക്തി എത്രയാണ്, വലുപ്പം അല്ലെ, നമുക്കത് ഊഹിക്കാൻ പറ്റൂല. അപ്പം 70,000 വീതം അല്ലെ, ഓരോ മലക്കുകള് ഓരോ കടിഞ്ഞാണ്. അപ്പൊ 70,000 കടിഞ്ഞാനുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വലുപ്പം മനസ്സിലാക്കുന്ന വേറൊരു കാര്യമാണ്. പിന്നെ അതേപോലെ 4-മത്തെ കാര്യം, സൂര്യനും ചന്ദ്രനും നരകത്തിൽ 2 കാളകളുടെ വലുപ്പത്തിൽ മാത്രമായിരിക്കും. അപ്പം അല്ലെ ഇന്നീ കാണുന്ന സൂര്യന്റെ നമുക്ക് വലുപ്പം അറിയാം. പിന്നെ അപ്പൊ അത് നരകത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല, ഒരു 2 കാളകളുടെ വലുപ്പത്തിൽ മാത്രമായിരിക്കും. പിന്നെ അതിന്റെ ദറക്കാത്തുകളെ കുറിച്ച് പറഞ്ഞു. നമ്മള് സ്വർഗത്തിന് ദറജകൾ പറയാറുണ്ട് അല്ലെ, അതുപോലെ ഇവിടെയും തട്ടുകളുണ്ട്. പലരുടെയും ശിക്ഷകൾ ഒരുപോലെയല്ല അല്ലെ, എല്ലാവരുടെയും ശിക്ഷ ഒരുപോലെയല്ല. പലരും പല രീതിയിലായിരിക്കും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ സ്ഥാന നരകത്തിൽ ഉണ്ടാവുക. അതിൽ ഏറ്റവും അടിയിൽ ആരായിരിക്കും? കപട വിശ്വാസികളാണ് അല്ലെ. അവിശ്വാസികൾ പോലും അല്ല, കപട വിശ്വാസികളാണ് നരകത്തിൽ ഏറ്റവും ഭയാനകമായ ശിക്ഷ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടില്, അപ്പൊ ഏറ്റവും ആഴമേറിയ ഭാഗത്ത് അവരായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിലെ വ്യത്യാസം എന്താ വെച്ചാൽ, സ്വർഗത്തിനെ വെച്ച് നോക്കുമ്പോൾ സ്വർഗത്തിന്റെ ദറജകൾ എപ്പോഴും ഉയർന്ന മുകളിലേക്കാണ് അല്ലെ. നരകത്തില്
ദറക്കാത്തുകള് താഴത്തേക്കായിരിക്കും. ഏറ്റവും കടുപ്പേറെ ശിക്ഷ ചെയ്തവര് താഴെയായിരിക്കും. പിന്നെ ഏറ്റവും മുകളിൽ ഉണ്ടാവുക ശിക്ഷ കുറച്ച് ചെയ്തവരായിരിക്കും അല്ലെ. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോ ഏറ്റവും കുറവായ ശിക്ഷ ചെയ്തവരായിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ നോക്കുമ്പോ എന്താ, ഏറ്റവും മുകളിൽ ആരായിരിക്കും അല്ലെ? ഏറ്റവും നന്മ ചെയ്തവർ അല്ലെ, നന്മയിൽ മുൻകടന്ന ആളുകള്, പിന്നെ അവരായിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക. പിന്നെ ഈ കവാടങ്ങള്, സ്വർഗത്തിന് 8 കവാടങ്ങളാണെങ്കിൽ ഇപ്പോഴൊന്ന് കുറവാണ് അല്ലെ. 7 കവാടങ്ങളാണ് നരകത്തിന് ഉണ്ടാവുക. ഓരോ കവാടത്തിൽ കൂടിയും ആളുകൾ പ്രവേശിക്കാനുണ്ടാവും അല്ലെ, പാപികളായിട്ടുള്ള ആളുകൾ പ്രവേശിക്കാനുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് അതിന് ഇന്ധനം അല്ലെ. ഇന്ധനം എന്ന് പറഞ്ഞാല് മനുഷ്യനും കല്ലുകൾ എന്ന് പറയുമ്പം മനുഷ്യർ ആരാധിച്ചു പോന്ന വിഗ്രഹങ്ങളും അതിൽ പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ കല്ലുകൾ ഉണ്ടാവും അല്ലെ, ദുർഗന്ധം വമിക്കുന്നതും പിന്നെ കൂടുതൽ ചൂട് നൽകുന്നതും അങ്ങനെയൊക്കെ രീതിയിൽ കല്ലുകൾ ഉണ്ടാവും. പിന്നെ പറയുന്നത് അതിൽ നിന്ന് വരുന്ന തീപ്പൊരികളുടെ വലിപ്പം നമ്മൾ പറഞ്ഞല്ലേ. ഓരോ തീപ്പൊരികള് ഒട്ടകക്കൂട്ടങ്ങൾ എന്നാ പറഞ്ഞത്. ഒരു ഒട്ടകത്തിന്റെ വലിപ്പം കൂടിയല്ല അല്ലെ, ഒട്ടകക്കൂട്ടങ്ങളുടെ വലിപ്പത്തിലാണ് ഓരോ തീപ്പൊരിയും ചിതറുന്നത്. പിന്നെ അതുപോലെ കരിമ്പുകകൾ, പിന്നെ ഒരു തണലില്ല അല്ലെ, അവർക്ക് തണല് ലഭിക്കൂല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് തുടർന്ന് നോക്കാം. നരകം കാണും, കേൾക്കും, സംസാരിക്കും. കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ആവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നരകത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നരകം കാണും അല്ലെ, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദൂരസ്ഥലത്ത് നിന്ന് തന്നെ അത് അവരെ കാണുമ്പോൾ ക്ഷോഭിച്ചിളകും. ഇരമ്പുന്നതും അവർക്ക് കേൾക്കാവുന്നതാണ്. സൂറത്ത് ഫുർഖാനില് പറയുന്നുണ്ട്. ഇപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അന്ത്യനാളിൽ നരകത്തിൽ നിന്നൊരു കഴുത്ത് പുറത്തു വരും. അതിന് 2 കണ്ണുകളുണ്ട്, അവ കാണും. അതിന് 2 കാതുകളുണ്ട്, അവ കേൾക്കും. സംസാരിക്കുന്ന ഒരു നാവുമുണ്ട്. നരകം പറയും, 3 കൂട്ടരെ ശിക്ഷിക്കുവാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ധിക്കാരികളായ അഹങ്കാരികളെയും അള്ളാഹുവോടൊപ്പം മറ്റൊരു ആരാധ്യനെ ദുആ ഇരിക്കുന്നവനെയും ചിത്രരചനയും രൂപനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവരെയും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നരകം അന്ത്യനാളിൽ അല്ലെ, നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് പുറത്തേക്ക് വരും. അതിന് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, സംസാരിക്കുകയും ചെയ്യും അല്ലെ, നാവുണ്ട്. എന്നിട്ട് നരകം എന്താ പറയുന്നത്? 3 കൂട്ടരെ ഞാൻ ശിക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് 1 എല്ലാ ധിക്കാരികളായിട്ടുള്ള അഹങ്കാരികൾ. 2 എന്താ പറയുന്നത്? ശിർക്ക് ചെയ്യുന്നവര് അല്ലെ. പിന്നെ 3ാമത് പറയുന്നത് ചിത്രരചനയും രൂപനിർമ്മാണം നടത്തുന്നവര്. അപ്പൊ ഈ 3 കൂട്ടരെ ശിക്ഷിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നരകം പറയും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് തന്നെ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. തന്റെ തൊട്ടടുത്തായി കണ്ടിരിക്കും. നമ്മള് മുമ്പ് പറഞ്ഞിരുന്നു, അതായത് നിശ്ചയം നരകം എന്നോട് അടുത്തു, നരകച്ചൂട് ഞാൻ എന്റെ മുഖത്ത് നിന്ന് ഊതി മാറ്റുവോളം അല്ലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗവും കണ്ടിട്ടുണ്ട്. ഇതേപോലെ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു ആണേ സത്യം, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ അല്ലെ, നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു. ഇപ്പം സ്വഹാബിമാര് ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ എന്താണ് കണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നരകവും സ്വർഗവും കണ്ടു. അപ്പം എന്താ പറയാ, നമ്മൾ ഇന്ന് ഈ കാണുന്ന പോലെ കളിച്ചിരിയില് മുഴുകൂലായിരുന്നു അല്ലെ, സ്വയം മറന്ന് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കൂലായിരുന്നു, ദുനിയാവിന്റെ പിറകെ ഓടൂലായിരുന്നു അല്ലെ. നമ്മള് അധികവും കരയുമായിരുന്നു. ആ ഒരു രംഗം, പ്രവാചകൻ കണ്ട ആ രംഗം നമ്മൾ കണ്ടിരുന്നെങ്കിൽ. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ സ്വർഗം കണ്ടു, അതിൽ നിന്നൊരു മുന്തിരിക്കല എടുക്കുവാൻ ഞാൻ തുനിഞ്ഞു. ഞാൻ അത് എടുത്തിരുന്നെങ്കിൽ ദുനിയാവ് അവശേഷിക്കുന്ന കാലം അത്രയും നിങ്ങൾക്ക് അതിൽ നിന്ന് തിന്നാമായിരുന്നു അല്ലെ. അപ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് ലോകം അവസാനിക്കുന്ന വരേക്കുള്ള ആളുകൾക്ക് അതിൽ നിന്ന് അല്ലെ, അവസാനത്തെ ആൾക്ക് വരെ അതിൽ നിന്ന് ഭക്ഷിക്കാമായിരുന്നു.
നമ്മള് ഈ അമൃതത്തിന്റെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ പണ്ട്. അപ്പൊ അതുപോലെ എടുക്കും തോറും അത് അവസാനിക്കൂലായിരിക്കും. അല്ലാഹ് അല്ലെ. പിന്നെ അതേപോലെ ഞാൻ നരകം കണ്ടു. ഇന്ന് ഞാൻ കണ്ടതുപോലെ ഭയാനകമായ ഒരു രംഗം ഞാൻ കണ്ടിട്ടേ ഇല്ല. സ്ത്രീകളെയാണ് നരകവാസികളിൽ അധികവും ഞാൻ കണ്ടത്. എന്തായാലും നമ്മളെല്ലാരെയും രക്ഷപ്പെടുത്തട്ടെ ആമീൻ. പിന്നെ സ്വർഗം എന്നോടടുത്തു. ഞാൻ അതിനോട് തിടുക്കം കാട്ടിയിരുന്നെങ്കിൽ അതിലെ പഴക്കുലകളിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരുമായിരുന്നു. നരകം എന്നോടടുത്തു. ഞാൻ ചോദിച്ചു പോയി, രക്ഷിതാവേ, ഞാനും അവരോടൊപ്പമാണോ എന്ന്. അല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലെ, നരകത്തിന്റെ ആ ചൂട് ഞാൻ എന്റെ മുഖത്ത് നിന്ന് ഊതി മാറ്റുവോളം അതിന്റെ അടുത്തേക്ക് വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഞാനും അവരോടൊപ്പമാണോ എന്ന്. അപ്പോഴതാ നരകത്തിൽ ഒരു സ്ത്രീയെ പൂച്ച മാന്തി പറിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവളുടെ വിഷയം എന്താണ്? അവർ പറഞ്ഞു, ആ സ്ത്രീ ആ പൂച്ചയെ ബന്ധിച്ചു വെച്ചു. വിശപ്പ് സഹിച്ച് പൂച്ച ചത്തുപോയി. അല്ലെ? ആ സ്ത്രീ പൂച്ചയ്ക്ക് തിന്നാൻ കൊടുത്തില്ല, ഭൂമിയിലെ പ്രാണികളെ തിന്നുവാൻ കെട്ടഴിച്ചു വിട്ടതുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അല്ലെ. അതോടൊപ്പം തന്നെ നായയ്ക്ക് വെള്ളം കൊടുത്ത ആ മനുഷ്യന്റെ കഥ നമുക്കറിയാം. അത് കാരണം അദ്ദേഹം സ്വർഗത്തിലായതും ഇത് പറയുന്നുണ്ട്. ഒരു സ്വാലിഹായിട്ടുള്ള സ്ത്രീ ആയെന്നും പറയുന്നുണ്ട്. പക്ഷെ അവരെന്താ പൂച്ചയെ കെട്ടിയിട്ടൊന്നും സ്വലിഹായ സ്ത്രീ എന്നല്ല, അവര് ബാക്കി ഈ പറഞ്ഞ പോലെ നമസ്കരിക്കുകയും നോമ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ അവരെന്ത് ചെയ്തു? പൂച്ചയെ കെട്ടിയിട്ടു അല്ലെ. പൂച്ചയെ കെട്ടിയിട്ടത് മാത്രമല്ല, അവര് ഭക്ഷണം കൊടുത്തില്ല മാത്രമല്ല, അത് പുറത്തു പോയിട്ട് അതിന് മറ്റുള്ള ഭക്ഷണം കൂടി കഴിക്കുന്നത് തടഞ്ഞു അവര് അല്ലെ. അപ്പം അവർക്ക് നരകാണ്. അതുപോലെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ അവള് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ തന്റെ നാവ് അയൽവാസികളിലെ അയൽവാസികൾ എന്താ അവള് നാവിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, എപ്പോഴും അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ആ സ്ത്രീയും ഈ പറഞ്ഞ പോലെ നരകത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നരകം എന്നോട് അടുത്തു. തീച്ചൂട് ഞാൻ എന്റെ മുഖത്ത് നിന്ന് ഊതിമാറ്റി. അപ്പോൾ ഞാൻ നരകത്തിൽ സാഹിബുൽ മിഹ്ജനെയും നേർച്ച മൃഗത്തെ വിട്ടയച്ച വ്യക്തിയെയും ഹിമിയർക്കാരനെയും പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീയെയും കണ്ടു. അപ്പൊ ആദ്യം പറഞ്ഞത് സ്വാഹിബുൽ മിഹ്ജൻ. അപ്പം ആരാണ് അവര്? ഹാജിമാരുടെ സാധനങ്ങൾ തന്റെ വളഞ്ഞ വടി കൊണ്ട് മോഷ്ടിച്ചിരുന്ന വ്യക്തിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. തന്റെ വടി കൊണ്ട് ഹാജിമാരുടെ ഭാണ്ഡത്തിൽ കൊളുത്തി വലിക്കും. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അബദ്ധത്തിൽ കുടുങ്ങിയതാണെന്ന് പറയും. ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊളുത്തിയെടുത്ത സാധനവുമായി കടന്നു കളയും. അപ്പം അത് ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലെ, മോഷ്ടിക്കാനായിട്ട് മാത്രം മക്കയില് അല്ലെ, കാബ പരിസരങ്ങളില് ഹാജിമാരുടെ സാധനങ്ങൾ ലക്ഷ്യമിട്ട് നടക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള ആളുകളെയാണ് എന്ത് സാഹിബുൽ മിഹ്ജൻ എന്ന് പറയുന്നത്. അവരെന്താ ഇപ്പൊ പണ്ടത്തെ കാലത്ത് എവിടെ എന്ത് ചെയ്യും? ഒരു കൊളുത്ത് അല്ലെ, ഒരു വടി കൊണ്ട് പതുക്കെ തോണ്ടും. ഇപ്പം ഉടമസ്ഥൻ ശ്രദ്ധിച്ചാൽ എന്താ അറിയാണ്ട് അബദ്ധത്തില് ആ തിരക്കിനിടയിലെ കൊളുത്തിപ്പോയതാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയും, എന്തെങ്കിലും ഒഴിവഴി പറയും. പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലേ പതുക്കെ അത് മോഷ്ടിച്ചുകൊണ്ട് പോവും. അതാണ് അവരെ കുറിച്ച് പറയുന്നത്. ഇനി നേർച്ച മൃഗത്തെ വിട്ടയച്ച വ്യക്തി എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച തൗഹീദ് ആദർശത്തെ ആദ്യമായി മാറ്റി തിരുത്തിയ അബൂ സുമാമ അമ്രുബ്നു ലുഹൈ ആണ് ഇയാൾ എന്ന് പറയുന്നുണ്ട്. നേർച്ച മൃഗത്തെ വിട്ടയച്ച വ്യക്തി എന്ന് പറഞ്ഞത് അവർ ആ ഒരു ആളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ഹിമിയർക്കാരൻ. ഹിമിയർക്കാരൻ എന്ന് പറഞ്ഞാല് വിശ്വാസികളെ കിടങ്ങൊരുക്കി തീയിട്ട് ചുട്ടുകൊന്ന ക്രൂരനായിട്ടൊരു ഭരണാധികാരിയായിരുന്നു അയാളെന്ന് നമ്മളെ ചരിത്രത്തിലൊരു പറയുന്നുണ്ട് അല്ലെ. സത്യവിശ്വാസികളെ ഒരുക്കി ചുട്ടുകൊന്ന ആ ഒരു ക്രൂരനായിട്ടുള്ള രാജാവ് അയാളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പൂച്ചയെ കെട്ടിയിട്ട് സ്ത്രീയെയും കണ്ടെന്ന് പറയുന്നു. ഇനി നരകം ശാശ്വത ഭവനമാണ് അല്ലെ. സ്വർഗം പോലെ തന്നെ ശാശ്വതമായിട്ടുള്ള ഭവനമാണ് എന്ത്? നരകവും. നരകം അനശ്വരതയുടെ ഗേഹമാണ്, അതിനൊരിക്കലും നാശം ഉണ്ടാവുകയില്ല. ഇമാം തൊഹാവി റഹ്മത്തുള്ള പറഞ്ഞു, സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടവയാണ്, അവ നശിക്കുകയോ കാലഹരണപ്പെടുകയോ ഇല്ല.
പിന്നെ ഈ ഒരു അഭിപ്രായമാണ് അല്ലെ, ഐക്യകണ്ഠേന എല്ലാവരും ഇതിനോട് തന്നെയാണ് യോജിക്കുന്നത്. പിന്നെ സമുദായത്തിലെ മുഴുവൻ കക്ഷികളും സ്വർഗത്തിനും സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നരകത്തിനും നരകശിക്ഷകൾക്കും നാശമില്ല എന്നതിൽ ഏകോപിച്ചിരിക്കുന്നു. പിന്നെ നരകം ശാശ്വതമാണെന്ന് അറിയിക്കുന്ന തെളിവുകൾ ധാരാളമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിന് പേര് വെച്ചതിന് എന്താ, ദാറുൽ ഖുൽദ് അല്ലെ, അഥവാ ശാശ്വത ഭവനം എന്നാണ്. നരകത്തിൽ പ്രവേശിക്കപ്പെട്ടവരിൽ തൗഹീദ് ഉൾക്കൊണ്ട പാപികൾ ഉണ്ടെങ്കിൽ അവര് മാത്രമാണ് ശിക്ഷ കഴിഞ്ഞോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്താലോ അതിൽ നിന്ന് പുറത്തു കടക്കുകയുള്ളൂ. എന്നാൽ മുശ്രിക്കുകളും കാഫിരീങ്ങളും നരകത്തിൽ നിത്യവാസികളാണ് എന്നത് അഹ്ലുസുന്നയുടെ ആദർശമാകുന്നു. അപ്പം അതില് തർക്കമൊന്നുമില്ല അല്ലെ. നമുക്കറിയാം ഇവിടുന്ന് നമ്മള് പരലോകത്തെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണം ഇല്ല അല്ലെ. മരണത്തെ ഒരു കാളയുടെ രൂപത്തിൽ അറുത്ത് കളയെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ അതിനുശേഷം സ്വർഗവാസികൾ എന്താ, നിത്യമായിട്ടും സ്വർഗത്തില് അല്ലെ, അതേപോലെ നരകവാസികള് നരകത്തിലായിരിക്കും. അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്, തൗഹീദില് എന്താ പറയാ, തൗഹീദ് ഉൾക്കൊണ്ട കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് എന്താ, എന്നാലും അവര് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും. ആ തെറ്റുകൾക്കുള്ള ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം എന്താ, അതിന്റെ കാലാവധി അതൊക്കെ അള്ളാഹിനെ അറിയുള്ളൂ അല്ലെ, നമുക്കറിയില്ല. അവരാ ശിക്ഷ കഴിഞ്ഞിട്ട് അവര് സ്വർഗത്തിലേക്ക് പിന്നീട് അവരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശിർക്ക് ചെയ്തവര്, അതുപോലെ അവിശ്വാസികളായിട്ടുള്ള പിന്നെ ബാക്കി ആളുകള്, പിന്നെ കപടവിശ്വാസികള് അല്ലെ, അവരൊക്കെ എന്താ, അവരൊക്കെ നരകത്തില് നിത്യവാസികളായിരിക്കും. അപ്പം നമുക്കറിയാം നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ, തീ കൊണ്ടുള്ള ചെരുപ്പ് അല്ലെ, അത് കാലില് അണിയിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ചെരുപ്പ് ധരിച്ചാൽ എന്താ സംഭവിക്കുക, തലച്ചോറ് ഇളകി മറിയൂലേ ആ ചൂട് കാരണം. അപ്പൊ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല അല്ലെ. ഇത്ര ആ ഒരു ശിക്ഷ കഴിഞ്ഞ് രക്ഷപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു അല്പസമയത്ത് പോലും നമുക്ക് അതിന്റെ പുറത്ത് നിൽക്കാൻ പറ്റില്ല എന്നല്ലേ പറയണത്. അതിന്റെ ആ ഒരു ചൂടും പുകച്ചിലും അല്ലെ, പുക നമുക്കത് ഊഹിക്കാൻ പോലും എന്താ പറയാ, നമുക്കത് പറ്റൂല അല്ലെ അനുഭവിക്കാന്. അപ്പൊ ആ ഒരു ചെറിയ ശിക്ഷ പോലും നമുക്ക് താങ്ങാൻ പറ്റൂല അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ അല്ലെ. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, മഹത്തായ ആ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അല്ലെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെന്താ, ഈ നരകത്തിലെ ശാശ്വതവാസികൾ, നരകത്തിൽ നിത്യവാസികളാകുന്ന പാപികൾ അവിശ്വാസികളും മുശ്രിക്കീങ്ങളും ആകുന്നു. നരകത്തിൽ നിത്യവാസം അവർക്കായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നതാരോ അവരാണ് നരകവാസികൾ അല്ലെ, നരകാവകാശികൾ. അവർ അതിൽ നിത്യവാസികളായിരിക്കും. അപ്പൊ സൂറത്ത് ആറാഫില് 36-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്. ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നെങ്കിൽ ഇവർ അതിൽ നിന്ന് വന്നു ചേരുകയില്ലായിരുന്നു, അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും. അപ്പൊ ഇത് സൂറത്ത് അംബിയായില് പറയുന്നതാണ് 99-ാമത്തെ ആയത്തിൽ. എന്താണ് അവിടെ പറയുന്നത്, ദൈവങ്ങളാന്ന് ജൽപ്പിച്ചുകൊണ്ട് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൊണ്ട് ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ദൈവങ്ങൾ പോലും എന്താ, അവർക്ക് സ്വന്തം തടിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അല്ലെ നരകത്തിൽ നിന്ന്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നെങ്കിൽ ഇവർ അതിൽ നരകത്തിൽ വന്നു ചേരുകയില്ലായിരുന്നു, അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും അല്ലെ. സ്വന്തം തടികളെ പോലും രക്ഷിക്കാൻ പറ്റാത്തവരാണ് എന്ത്, ദൈവങ്ങളായിട്ട് അവരെ കണക്കാക്കിയിട്ട് പിന്നെ അവരെ ആരാധിച്ചു പോകുന്ന വിഡ്ഢികളായിട്ടുള്ള മനുഷ്യര് അല്ലെ. മനുഷ്യരും ആ ദൈവങ്ങളെല്ലാം എന്താ അതില് പെടും. പിന്നെ അവിശ്വസിച്ചവരാരോ അവർക്കാണ് നരകാഗ്നി, അവരുടെ മേൽ മരണം വിധിക്കപ്പെടുന്നതല്ല. എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു അല്ലെ, അതിലെ ശിക്ഷയിൽ നിന്ന് ഒട്ടും അവർക്ക് ഇളവ് ചെയ്യപ്പെടുകയില്ല. അപ്രകാരം എല്ലാ നന്ദി കെട്ടവർക്കും നാം പ്രതിഫലം നൽകുന്നു. ഇത് സൂറത്ത് ഫാത്തിറില് പിന്നെ 36-ാമത്തെ വചനത്തിൽ പറയുന്ന. അപ്പൊ അവരെന്താ പറഞ്ഞല്ലേ, മരണം ശിക്ഷ അനുഭവിച്ചിട്ട് മരണപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു അല്ലെ, പക്ഷെ മരണമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ, ആ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടേയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം, ഒരു രക്ഷയില്ല അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഓരോ ശിക്ഷയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫജ്ർ നമസ്കാരം ഖള ആക്കിയ വ്യക്തിയുടെ കാര്യം പറയുന്നുണ്ടല്ലേ, ഒരു വലിയൊരു പാറക്കല്ല് അവരുടെ തലയുടെ മുകളിലേക്ക് ഇടും.
എന്നിട്ട് ആ പാറക്കല്ല് വീണിട്ട് ആ തല പൊട്ടിച്ചിതറിയുമ്പോ പിന്നെ വീണ്ടും ആ പാറക്കല്ല് വന്ന് എന്താ വീണ്ടും പഴയ രീതിയിൽ തന്നെ തല മാറും തല പണ്ടത്തെ പോലെ ആയിട്ട് വീണ്ടും അത് പാറക്കല്ല് നിന്ന് വീണ്ടും തല പൊട്ടിച്ചിതറും. അങ്ങനെ എന്താ പറയാ ആ ഒരു ശിക്ഷ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അതുപോലെ ഏതൊരു ശിക്ഷ അങ്ങനെ തന്നെയാണ്, അവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നില്ലല്ലേ, തൊലി വെന്തു പോകുമ്പോ പുതിയ തൊലി വന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്തിനു വേണ്ടിയാണ് അവർ ആ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ അനുഭവിക്കാൻ, അവരത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവരായിരിക്കും നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കും, അതിൽ നിന്ന് പുറത്തു പോകാൻ അവർക്ക് സാധ്യമാവുകയില്ല. നിരന്തരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അതാണ് ആ ഒരു നരകവാസികളുടെ ഒരു അവസ്ഥ പറയുന്നത്. ഇനി ശാശ്വതവാസികളായിട്ടുള്ള നരകശിക്ഷ അനുഭവിക്കുന്ന നരകാവകാശികളുടെ കടുത്ത പാപങ്ങൾ നോക്കാം. അതില് ഫസ്റ്റ് പറയുന്നത് എന്താ? കുഫ്റും ഷിർക്കും അല്ലെ. അത് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും സത്യനിഷേധികളോട് ഇപ്രകാരം വിളിച്ചു പറയപ്പെടും, നിങ്ങൾ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും എന്നിട്ട് നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് നിങ്ങളോടുള്ള അമർഷം നിങ്ങൾ തമ്മിലുള്ള അമർഷത്തേക്കാൾ വലുതാകുന്നു അല്ലേ. അതായത് സത്യനിഷേധികളോട് ഇങ്ങനെ പറയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരുന്നു അല്ലെ. എത്രയോ തവണ അവരുടെ മുന്നിൽ തെളിവുകളുമായിട്ട് പ്രവാചകന്മാർ ചെന്നു, അല്ലാതെ അല്ലെ എല്ലാ ദീനിലേക്ക് വിളിച്ചുകൊണ്ട് എത്ര ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നു. അപ്പോഴൊക്കെ അവരെന്താ ചെയ്തത്? അവിശ്വസിച്ചു അല്ലെ, അവിശ്വസിച്ച് പിന്തിരിഞ്ഞു പോയി. അപ്പൊ അള്ളാഹുവിന് ആ സമയത്ത് നിങ്ങളോടുള്ള അമർഷം നിങ്ങൾ തമ്മിലുള്ള അമർഷത്തേക്കാൾ വലുതാകുന്നു. അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്യുന്നത് അല്ലെ. സത്യമാകുന്ന പാതയിലേക്ക് ക്ഷണിച്ചിട്ട് അല്ലെ, ദീനിലേക്ക് ക്ഷണിച്ചിട്ട് പിന്തിരിഞ്ഞു പോവാന്ന് പറയുമ്പോൾ അതിലും വലിയ ഒരു കടുത്ത പാപം വേറെ ഇല്ല. പിന്നെ വേദഗ്രന്ഥത്തെയും നാം നമ്മുടെ ദൂതന്മാരെ അയച്ചത് എന്തൊരു ദൗത്യം കൊണ്ടാണോ അതിനെയും നിഷേധിച്ച് കളഞ്ഞവരത്രേ അവർ അല്ലെ. എന്താ പറയണത്? വേദഗ്രന്ഥത്തെ നിഷേധിച്ചു കളഞ്ഞു അല്ലെ. അതുപോലെ പ്രവാചകന്മാരെ അയച്ചപ്പോ അവരെന്ത് ചെയ്തു? പ്രവാചകന്മാരെ നിഷേധിച്ച് കളിയാക്കി അല്ലെ. പലരും എന്താ പറയാ അല്ലെ, മജീഷ്യൻസ് ആന്ന് പറഞ്ഞതേ പോലെ കള്ളന്മാരാന്ന് പറഞ്ഞിട്ട് അവര് നിഷേധിച്ചു തള്ളി. എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളും. അതെ, അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളുമായി അവർ ചുട്ടുതിളയ്ക്കുന്ന വെള്ളത്തിലൂടെ വലിച്ചഴിക്കപ്പെടുന്ന സന്ദർഭം. പിന്നീട് അവർ നരകാഗ്നിയിൽ എരിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് അവരോട് പറയപ്പെടും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളെ ചേർത്തിരുന്നവർ എവിടെയാകുന്നു? അവർ പറയും, അവർ ഞങ്ങളെ വിട്ട് അപ്രത്യക്ഷരായിരിക്കുന്നു. അല്ല, ഞങ്ങൾ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് യാതൊന്നിനോടുമായിരുന്നില്ല. അപ്രകാരം അള്ളാഹു സത്യനിഷേധികളെ പിഴവിലാക്കുന്നു. അപ്പൊ ഇത് ഏത് സൂറത്തിലെ ഇത് ഓഫറിൽ അല്ലെ, ഓഫറിലാണ് പറയുന്നത്. എന്താ പറയണത്? അവരോട് ചോദിക്കൂല്ലേ, നിങ്ങൾ മുമ്പ് പങ്കാളികളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നല്ലോ, നിങ്ങളുടെ ആവലാദികൾ പറഞ്ഞിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി അല്ലെ എന്ന് ചോദിക്കുമ്പോ അവര് പറയും, അവരറിയില്ല, ഞങ്ങളെ വിട്ട് അവർ അപ്രത്യക്ഷത ആയിരിക്കുന്നു. അതല്ല, ചിലര് പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലാന്ന്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വഴിപിഴവിലാക്കുകയാണ്. ന്യായമില്ലാതെ നിങ്ങൾ ഭൂമിയിൽ ആഹ്ലാദം കൊണ്ടിരുന്നതിന്റെയും ഗർവ് നടിച്ചിരുന്നതിന്റെയും ഫലമത്രേ അത്. നരകത്തിന്റെ കവാടങ്ങളിലൂടെ അതിൽ നിത്യവാസികൾ എന്ന നിലയിൽ നിങ്ങൾ കടന്നുകൊള്ളുക. അഹങ്കാരികളുടെ പാർപ്പിടം ചീത്ത തന്നെ അല്ലെ എന്ന് അവരോട് പറയപ്പെടും. അപ്പം എന്താ പറഞ്ഞത്? ന്യായമില്ലാതെ നിങ്ങൾ ഭൂമിയിൽ ആഹ്ലാദം കൊണ്ടിരുന്നു, പിന്നെ ഗർവ് നടിച്ചിരുന്നു അല്ലെ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ആ തോന്നിവാസത്തിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ആഹ്ലാദം കൊണ്ടു അല്ലെ, പിന്നെ ഗർവ് നടിച്ചു. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ നരകത്തിൽ നിത്യവാസികളായിട്ട് തന്നെ പ്രവേശിച്ചു കൊള്ളാൻ അവരോട് പറയപ്പെടും. എന്നിട്ട് അതുപോലെ
സൂറത്ത് റാദിൽ പറയുന്നുണ്ട്, നീ അത്ഭുതപ്പെടുന്നെങ്കിൽ അവരുടെ ഈ വാക്കത്ര അത്ഭുതകരമായിട്ടുള്ളത്. ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ടോ ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമോ? അക്കൂട്ടരാണ് കഴുത്തുകളിൽ വിലങ്ങുള്ളവർ, അക്കൂട്ടരാണ് നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അല്ലെ, അവരെന്താ ഈ പറഞ്ഞ പോലെ അവരോട് നാളെ മരിച്ചു ചെന്നാല് നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ നാളെ എന്തെങ്കിലും കണക്ക് പറയേണ്ടി വരും. അല്ലെ, നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും. അതേസമയത്ത് തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അവരോട് പറയുമ്പോ അവരെന്താ പറയാ, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ടോ എന്ത് വിഡ്ഢിത്തരാണ് പറയുന്നത്. അല്ലെ, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജീവിതം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ, ഇതൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. അപ്പൊ ആ കൂട്ടരാണ് ഇന്നിപ്പം നരകാവകാശികളായിട്ട് അതില് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? ഷിർക്കും കുഫ്റും. അല്ലെ, പിന്നെ ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പരലോകത്തെ കളവാക്കി വിധിവിലക്കുകൾ പാലിക്കാതിരിക്കൽ. സ്വർഗവാസികൾ നരകവാസികളോട് തങ്ങൾ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതിന്റെ കാരണങ്ങൾ ചോദിക്കുമ്പോൾ നരകവാസികളുടെ മറുപടി, പിന്നെ അത് സൂറത്ത് മുദ്ദസ്സിറിലല്ലേ പറയുന്നത്, ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ. അല്ലേ, പിന്നെ വകുന്ന നഖൂദു മഅൽ ഖാഇലീൻ വകുന്ന നുകസിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. എന്താ പറയുന്നത്? അവരെന്താ പറയണത്? സ്വർഗവാസികൾ ചോദിക്കുകയാണ് നരകവാസികളോട്, അല്ലെ, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഇന്നിപ്പോ ഈ നരകശിക്ഷ അനുഭവിക്കാൻ ഇടയായത്? അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. അല്ലെ, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങള് അഗതിക്ക് ആഹാരം നൽകുമായിരുന്നില്ല. വലം നകു നുതഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖാഇലീൻ. അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം. അല്ലെ, തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു. ഇന്ന് ഈ ദുനിയാവ് നോക്കുകയാണെങ്കിൽ മുഴുവൻ എന്താ ഇതന്നെയല്ലേ കാണുന്നത്. അല്ലെ, മുഴുവൻ ആര് ഏതൊരു തിന്മയില് ആറാടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ കൂടെ മുഴുകി അവരും എല്ലാവരും ലയിച്ചു ചേർന്ന് എന്താ പറയാ, തോന്നിവാസത്തെ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു. ഇത് മാത്രം ഇന്ന് കാണാനുള്ളത്. അല്ലെ, വകുന്നാ നുകസിബു ബിയൗമിദ്ദീൻ, പ്രതിഫലത്തിന്റെ നാളിലെ ഞങ്ങൾ എന്താ നിഷേധിച്ചു കളഞ്ഞു. ഞങ്ങള് എങ്ങനെ ഒരു ദിവസമേ ഇല്ല. അല്ലെ, നാളെ നമ്മൾക്ക് മരണമുണ്ടാവൂല എന്ന രീതിയിലാണ് ഇന്ന് ചിലർ ജീവിക്കുന്ന കാണുമ്പോ, അല്ലെ, മരിക്കൂല എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നാളെ മരിച്ചാലും വേറൊരു ലോകം ഇല്ല, ഇതോടെ അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. ഹത്താ അതാനൽ യഖീൻ, അവസാനം എന്താ, ആ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തി. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താ, വഴികെട്ടവരോ സത്യനിഷേധികളോ ആയ നേതാക്കളെയും മതത്തിൽ നിന്ന് തടയുന്ന തത്വങ്ങളെയും അനുസരിക്കൽ. വഴികെട്ടവരോ സത്യനിഷേധികളോ ആയ നേതാക്കളെയും മതത്തിൽ നിന്ന് തടയുന്ന തത്വങ്ങളെയും അനുസരിക്കൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് ഗാഫിർ തന്നെ 41, സൂറത്ത് ഗാഫിർ അല്ലേ, അല്ല ഫുസ്സിലത്ത്, സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്ന, അവർക്ക് നാം ചില കൂട്ടുകാരെ ഏർപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ആ കൂട്ടാളികൾ അവർക്ക് തങ്ങളുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അലങ്കൃതമായി തോന്നിച്ചു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഇവരുടെ മേലും ശിക്ഷയെ പറ്റിയുള്ള പ്രഖ്യാപനം സ്ഥിരപ്പെടുകയുണ്ടായി. തീർച്ചയായും അവർ നഷ്ടം പറ്റിയവരാകുന്നു. സത്യനിഷേധികൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആനെ ശ്രദ്ധിച്ച് കേൾക്കരുത്. അത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ബഹളമുണ്ടാക്കുക. നിങ്ങൾക്ക് അത് ജയിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ സത്യനിഷേധികൾക്ക് നാം കഠിനമായ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ അതിനീചമായതിനുള്ള പ്രതിഫലം നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പം അല്ലെ, ഒരു കൂട്ടാളികള് നമുക്കറിയാം, എല്ലാവരുടെ മേലും കൂട്ടാളികൾ ഉണ്ട്. അല്ലെ, അപ്പൊ അവരെന്താ, ചീത്ത കൂട്ടാളികൾ എന്ത് ചെയ്യാം, അവർക്ക് മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അവർ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്തു, അവർക്ക് അലങ്കൃതമായി തോന്നിപ്പിച്ചു. അല്ലെ, നല്ലതാണെന്ന് തോന്നിപ്പിച്ചു, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഉള്ള ആളുകള്. പിന്നെ അപ്പം അതുപോലെ നമുക്കറിയാം മക്ക മുശ്രിക്കീങ്ങള്, അല്ലെ, അവരെന്താ ആളുകളോട് പറഞ്ഞു, ഇങ്ങനെ ഇസ്ലാം ഇങ്ങനെ പ്രചാരണത്തില് പടരുന്ന കണ്ടപ്പോ, അല്ലെങ്കിൽ
പുതിയ പുതിയ ആളുകൾ ദീനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരെന്താ പറഞ്ഞത്? അവര് പേടിച്ചോയില്ലേ? അവരെന്താ പറഞ്ഞത്? നിങ്ങൾ ഒരിക്കലും ഈ ഖുറാൻ കേൾക്കരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു സഹാബികൾ പാരായണം ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കരുത്. ചെവി പെത്തിക്കൊണ്ട് പോണം അല്ലെ. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വഴികേട്ടിൽ പെട്ടുപോയിട്ടോ. നിങ്ങൾ എന്താ ചെയ്യാ? പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കുക അല്ലെ, ഉച്ചത്തിൽ സംസാരിക്കുക, ബഹളം ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ സ്ത്രീകള് അവരെന്ത് ചെയ്തു? സ്ത്രീകളെ നൃത്തം ചെയ്യുകയും അങ്ങനെ എങ്ങനെയൊക്കെ ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ അവര് നോക്കി അല്ലെ. പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളെങ്ങാനും കേട്ടുപോയാൽ നിങ്ങൾ വഴികേടിലായി പോകട്ടോ. ആ കൂട്ടരെല്ലാം എന്താ ഇന്ന് നരകത്തിലാണ് അല്ലെ. ഇന്ന് നരകശിക്ഷ അനുഭവിക്കുന്നവരാണ്. പിന്നെ അപ്പൊ ആ ഒരു നേതാക്കളെ അനുസരിക്കല്, അതാണ് ഇപ്പൊ മൂന്നാമതായിട്ട് പറയുന്നത് അല്ലെ. വഴികെട്ടവരായ അല്ലെങ്കിൽ സത്യനിഷേധികളായിട്ടുള്ള നേതാക്കളെ അനുസരിക്കലും അതും നമുക്ക് ധാരാളം ഇന്നും കാണാൻ പറ്റുന്ന ഉദാഹരണങ്ങളുണ്ട് അല്ലെ. അവരെ നമുക്ക് കാണാം ഇന്നും. ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നേതാക്കന്മാരെന്താ പറയുന്നത് അതനുസരിക്കല്. പ്രത്യേകിച്ച് പാവങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് വഴിപ്പെടുകയും ചെയ്യുന്നത് അല്ലെ. പിന്നെ നാലാമത്തെ കാര്യം കാപട്യം, നിഫാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താ പറയാ, കപടവിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് മതി. അവരെ അള്ളാഹു ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ടായിരിക്കും. അല്ലെ, ഏറ്റവും ശിക്ഷ അനുഭവിക്കപ്പെടേണ്ട ആർക്കാണ്? കപടവിശ്വാസികളാണ് അല്ലെ. കാരണം അവര് ഭൂമിയിൽ അങ്ങനെയാണ് നടന്നിരുന്നത്. അവരെന്ത് ചെയ്തു? സത്യവിശ്വാസികളോടൊപ്പാണെന്നും പറഞ്ഞു. പക്ഷെ അവിശ്വാസികളുടെ പ്രവർത്തികൾ അല്ലെ, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവര് സത്യവിശ്വാസികളെ വഞ്ചിക്കുന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവരെയും വഞ്ചിക്കുമെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം മുനാഫിഖ് നരകത്തിന്റെ അടിത്തട്ടിലാണ് ശിക്ഷിക്കപ്പെടുക. അവിടെയാണ് ചൂട് കൂടുതൽ, വേദനയുടെ ആധിക്യവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായിട്ടും കപടവിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു. അവർക്ക് ഒരു സഹായം നീ കണ്ടെത്തുന്നതല്ല. സൂറത്ത് നിസായിൽ പറയുന്നുണ്ട് അല്ലെ. അഞ്ചാമത് പറയുന്നത് ഖിബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നതാരോ അവരാണ് നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. കിബർ അല്ലെ, ഒരു അണിമണി തൂക്കം കിബറുള്ളവര് സ്വർഗത്തിൽ പ്രവേശിക്കൂല അല്ലെ. കിബർ കാരണമാണ് ആര്? പിശാജ് വെറുക്കപ്പെട്ടവനായത് അല്ലെ. അള്ളാഹുവിന്റെ ആ ഒരു ശാപത്തിന് ഈരയായിപ്പോയത്. പിന്നെ അപ്പം 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഒന്ന് നമുക്ക് ആദ്യം പ്രധാനപ്പെട്ടത് തന്നെ അല്ലെ, കുഫ്റും ഷിർക്കും. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? പരലോകത്തെ നാളത്തെ പ്രതിഫല ദിനത്തെ നിഷേധിച്ച് തള്ളുക, പരലോകത്തെ കളവാക്കി അതിനെ വിധിവിലക്കുകൾ പാലിക്കാതിരിക്കുക. മൂന്നാമത് നേതാക്കന്മാരല്ലേ, വഴികെട്ട നേതാക്കന്മാര് അല്ലെങ്കിൽ സത്യനിഷേധികൾ നേതാക്കന്മാരെ അനുസരിക്കാം. പിന്നെ നാലാമത് കാപട്യം, നിഫാക്ക്. അഞ്ചാമത് കിബർ പറഞ്ഞു. ഇനി പാപികളോടൊപ്പം പിശാചുക്കളും ഉണ്ടാവും എന്ത്? നരകത്തില്. അന്ത്യനാളിൽ മനുഷ്യരോടൊപ്പം ജിന്നുകളിൽ പാപികളായവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. അവർ വിചാരണ നടത്തപ്പെടുകയും ചെയ്യും. ജിന്നുകളിൽ നിന്നും അല്ലെ പാപികളായവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവർ വിചാരണ നടത്തപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ജിന്നുകളോട് അവൻ പറയും, ജിന്നുകളുടെ സമൂഹമേ, മനുഷ്യരിൽ നിന്ന് ധാരാളം പേരെ നിങ്ങൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ നിന്നുള്ള അവരുടെ ഉറ്റമിത്രങ്ങൾ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊണ്ട് സുഖം അനുഭവിക്കുകയുണ്ടായി. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധിയിൽ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു. അവൻ പറയും, നരകമാണ് നിങ്ങളുടെ പാർപ്പിടം. അള്ളാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും. തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമാകുന്നു. അപ്പം അല്ലെ, ജിന്നുകളെ വേറെ മനുഷ്യര് മാത്രമല്ല, നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞപ്പോ മനുഷ്യരും കല്ലുകളും പറഞ്ഞു അല്ലെ. ജിന്നുകളിൽ പെട്ട ആളുകളും അതിൽ പെടും അല്ലെ. ജിന്നുകളിൽ പെട്ട അവിശ്വാസികളും അതില് പെടുന്നുണ്ട്. അപ്പൊ പിശാചും നരകത്തില് എത്തും. ഇവിടെ എന്താ പറഞ്ഞത്? പിന്നെ ജിന്നുകളുടെ സമുദായത്തിനോട് പറയാണ് അല്ലെ, നിങ്ങള് ധാരാളം പേരെ നിങ്ങൾ മനുഷ്യരിൽ നിന്ന് വഴി പിഴപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ എന്താ അവരോടൊപ്പം നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുക അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. എന്നാൽ
നിന്റെ രക്ഷിതാവിന് തന്നെയാണ്. അവരെയും പിശാചുക്കളെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. പിന്നീട് മുട്ടുകുത്തിയവരായിക്കൊണ്ട് നരകത്തിന് ചുറ്റും അവരെ നാം ഹാജരാക്കും. പിന്നീട് ഓരോ കക്ഷിയിൽ നിന്നും കാരുണികനോട് ഏറ്റവും കടുത്ത ധിക്കാരം കാണിച്ചിരുന്നവരെ നാം വേർതിരിച്ചു നിർത്തുന്നതാണ്. പിന്നീട് അതിൽ നരകത്തിൽ എരിയുവാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹതയുള്ളവരെ പറ്റി നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. അപ്പൊ നോക്ക്, പിന്നെ ജിന്നുകളെയും പിശാചുക്കളെയും പിന്നെ ഈ നരകവാസികളല്ലേ അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയിട്ട് നരകത്തിന് മുന്നിൽ അല്ലെ അവരെ മുട്ടുകുത്തി നിർത്തിയിട്ട് അതിൽ ഏറ്റവും കടുത്ത ധിക്കാരം കാണിച്ചവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് നിർത്തും. എന്നിട്ട് അങ്ങനെ അതിനനുസരിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കാം അല്ലെ, ഏറ്റവും കഠിനമായ ശിക്ഷ അവർക്ക് നൽകാൻ വേണ്ടിയിട്ട്. ഇത് സൂറത്ത് മറിയത്തില് പറയുന്നതാണ്. 19 സൂറത്ത് മറിയത്തില് 68-70 ആയത്തില് പറയുന്നതാണ് കേട്ടോ. പിന്നീട് അവിശ്വസിച്ചവരോട് പറയപ്പെടും, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി നിങ്ങൾക്ക് നാം മുമ്പ് കഴിഞ്ഞിട്ട് പോയിട്ടുള്ള സമൂഹങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിൽ പ്രവേശിച്ചുകൊള്ളുക. അതായത് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളുടെ കൂട്ടത്തിൽ അല്ലെ നരകത്തിൽ പ്രവേശിക്കുക. അപ്പം അവിശ്വാസികളായിട്ടുള്ള എല്ലാം അല്ലെ ആദ്യം മുതലേ ഉള്ള സമുദായങ്ങളിൽ നിന്ന് അവരുടെ കൂടെ തന്നെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊക്കെ പറയും. അവസാനം അവരെല്ലാം നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ വീഴ്ത്തപ്പെടുകയുണ്ടായി. തുടർന്ന് അവരും ആ ദുർമാർഗികളും അതിൽ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്, ഇബ്ലീസിന്റെ മുഴുവൻ സൈന്യങ്ങളും അല്ലെ. അപ്പം പിശാചുക്കളുടെ കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇബ്ലീസിന്റെ മുഴുവൻ സൈന്യങ്ങളും എന്താ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടും അല്ലെ. അപ്രകാരം നരകത്തെ ജിന്നിനെ കൊണ്ടും മനുഷ്യനെ കൊണ്ടും നിറയ്ക്കുമെന്ന പ്രപഞ്ചനാഥന്റെ തീരുമാനം പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലെ, എന്താ ജിന്നുകളെയും മനുഷ്യരെയും ഈ രണ്ട് വിഭാഗത്തെയും കൊണ്ട് നാം നരകം നിറയ്ക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് നിന്റെ രക്ഷിതാവിന്റെ വചനം നിറവേറിയിരിക്കുന്നു. അത് സൂറത്ത് ഹൂദില് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നാം നരകത്തെ നിറയ്ക്കപ്പെടുക തന്നെ ചെയ്യും അല്ലെ. പിന്നെ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഇവരുടെ മേലും എന്താ ശിക്ഷയെ പറ്റിയുള്ള പ്രഖ്യാപനം സ്ഥിരപ്പെടുകയുണ്ടായി. തീർച്ചയായും അവര് നഷ്ടം പറ്റിയവരാകുന്നു. അപ്പം ഒരു പാപിയും എന്താ രക്ഷപ്പെട്ടു പോകില്ല അല്ലെ. എല്ലാവരും നാളെ പാപം ചെയ്ത ഒരാളും രക്ഷപ്പെട്ടു പോകില്ല. എല്ലാവരും നിത്യവാസികളായിട്ട് തന്നെ നരകത്തിൽ കഴിയേണ്ടി വരും. പിന്നെ അതില് നരകത്തിന്റെ സ്ഥിരവാസത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നമ്മൾ പറഞ്ഞു. ആരാ? തൗഹീദ് ഉൾക്കൊള്ളുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും എന്നാൽ അവർ ഇതര തെറ്റുകൾ ചെയ്യുകയും അവർക്ക് നന്മകൾ കുറയുകയും തിന്മകൾ പെരുകുകയും ചെയ്തു. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് മുമ്പിൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നതാണ്. പിന്നീട് അവർ ശുപാർശകരുടെ ഷഫാഅത്താൽ നരകത്തിൽ നിന്ന് പുറത്തു കടക്കും. നന്മകൾ ഒട്ടും ചെയ്യാത്തൊരു വിഭാഗവും അള്ളാഹുവിന്റെ കാരുണ്യത്താൽ പുറത്തു കടക്കും. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ? ഇവര് ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല അല്ലെ, തൗഹീദിൽ അടിയുറച്ച് നിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അള്ളാഹുവിനെ പങ്കു ചേർത്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? തെറ്റുകൾ ചെയ്തു അല്ലെ. അപ്പം നാളെ തുലാസില് കണക്ക് നോക്കുമ്പോ നന്മയുടെ ഭാഗം കുറഞ്ഞുപോയി, തിന്മ കൂടി നിന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? അവർക്ക് നരകത്തിൽ പ്രവേശിക്കപ്പെടേണ്ടി വന്നു. അപ്പൊ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്താ? അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ലെ. ആ ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ കേട്ടോ, നന്മകൾ ഒട്ടും ചെയ്യാത്തൊരു വിഭാഗം അള്ളാഹുവിന്റെ കാരുണ്യത്താൽ പുറത്തു കൊടുക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെയുള്ളതായിരിക്കണം? അവര് ശിർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. ശിർക്ക് ചെയ്യാത്തവരാണ്, പക്ഷെ നന്മകൾ തീരെ ചെയ്തിട്ടും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ അവസാനം ശിക്ഷ കഴിയുമ്പോൾ പുറത്ത് കിടക്കുന്ന പറയുന്നത്. പക്ഷെ അത് നമുക്ക് അറിയില്ല, എത്ര കാലം അവരത് അനുഭവിക്കേണ്ടി വരുന്ന അറിയില്ല അല്ലെ. ഒന്നും വേണ്ട, നമ്മള് പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. അതായത് മിസ്കീനായിട്ടുള്ള ആളുകൾ അല്ലെ, പിന്നെ കടന്നു കഴിഞ്ഞിട്ട് 500 വർഷം കഴിഞ്ഞിട്ടാണ് പണക്കാരായിട്ടുള്ള ആളുകൾ പ്രവേശിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ തന്നെ നമുക്ക് 500 വർഷം നമ്മൾ എന്ത് വെയിറ്റ് ചെയ്യണം അല്ലെ. അവര് വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ ഇതേപോലെ എത്ര കാലം അവര് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അറിയില്ല. തെറ്റ് ചെയ്തിട്ടുള്ള ആളുകള് എത്ര കാലം അവിടെ നരകത്തിൽ കഴിയേണ്ടി വരുന്ന അത് നമുക്ക് ഊഹിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല. അല്ലാഹു അലം അല്ലെ. പിന്നെ ഇനി നരകശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട പാപങ്ങളെ നോക്കാം. ഇത് നമുക്ക് എന്താ പറയാ, ഇത് നമ്മൾ നോക്കുമ്പോൾ
നമ്മളൊക്കെ അതിൽ പെട്ടു പോകുമെന്ന് പേടിച്ചോ? ഇതിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നരകം പോയി കാണാൻ പറഞ്ഞല്ലോ. അപ്പം ആദ്യം കണ്ടു പറഞ്ഞു ഇതിൽ ആരും പ്രവേശിക്കൂല അല്ലെ, ആരും ഇതിലേക്ക് കടക്കൂല, കടക്കാന് ഭയപ്പെടും, ഒരിക്കലും ആരും ഇതിലേക്ക് കടക്കൂല പറഞ്ഞു. പിന്നീട് എല്ലാ സുഖങ്ങളെ കൊണ്ട് നരകം നിറയ്ക്കപ്പെട്ടപ്പോ മ്യൂസിക്കും സിനിമയും പിന്നെ അതുപോലെ എല്ലാ തോന്നിവാസങ്ങളും കൊണ്ട് നരകം നിറച്ചിട്ട് പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പോയി വരാൻ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം കണ്ടിട്ട് പറഞ്ഞല്ലേ, ഇതിൽ നിന്ന് ആരും രക്ഷപ്പെടൂലേ അല്ലെ, എല്ലാരും ഇതിൽ കടന്നു പോവോ, സ്വർഗത്തിൽ കടക്കാൻ ആരും ഉണ്ടാവൂലേ എന്ന് ഞാൻ പേടിച്ചു പോകുന്ന പറയും. അപ്പൊ ഈ ഒരു നരകശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട പാപങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നോക്കിയാല് ഇതിൽ ഇനി പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തില്ല, നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. നരകശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട പാപങ്ങൾ നിരവധിയാണ്. അവയിൽ ആളുകളെ നിത്യവാസികളാക്കുന്ന പാപങ്ങളും അല്ലാത്തവയുമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ള പറയുന്നു, നരകവാസികളുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകി. ശ്രദ്ധിച്ചു കേൾക്കണേ. അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, മുർസലീങ്ങളെ കളവാക്കൽ, കുഫ്ർ, അസൂയ, കളവ്, ചതി, അക്രമം, നീതിവൃത്തികൾ, വഞ്ചന, കുടുംബബന്ധം വിച്ഛേദിക്കൽ, ജിഹാദിനെ കുറിച്ചുള്ള ഭീരുത്വം, പിശുക്ക്, രഹസ്യത്തിലും പരസ്യത്തിലും ഇരട്ടത്താപ്പ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടൽ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിർഭയനാകൽ, മുസീബത്തുകളിൽ പൊറുതികേട് കാണിക്കൽ, അനുഗ്രഹം ലഭിക്കുമ്പോൾ അഹങ്കരിക്കൽ, അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിക്കൽ, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ മുറിച്ചു കടക്കൽ, ഹറാമുകൾ പ്രവർത്തിക്കൽ, സൃഷ്ടാവിനെ ഭയക്കാതെ സൃഷ്ടിക്കല ഭയക്കൽ, ലോകമാന്യതയ്ക്ക് പ്രവർത്തിക്കൽ, വിശ്വാസത്തിലും കർമ്മത്തിലും കിതാബിനോടും സുന്നത്തിനോടും എതിരു പ്രവർത്തിക്കൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് സൃഷ്ടികളെ അനുസരിക്കൽ, അസത്യത്തിന് പക്ഷം ചേരൽ, അള്ളാഹുവിന്റെ വചനങ്ങളെ പരിഹസിക്കൽ, സത്യം തമസ്കരിക്കൽ, നിർബന്ധമായും വെളിപ്പെടുത്തേണ്ട സാക്ഷ്യം അറിവ് മറച്ചുവെക്കൽ, സിഹർ, മാതാപിതാക്കളെ മനസ്സാ വാച കർമ്മണ ദ്രോഹിക്കൽ, അന്യായമായ മനുഷ്യവധം, അനാഥകളുടെ സ്വത്ത് ഭുജിക്കൽ, പലിശ, യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടൽ, സത്യവിശ്വാസിനികളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കൽ. അപ്പം ഇത്രയും എണ്ണം പറഞ്ഞു അല്ലെ. ഇതിൽ നിന്ന് ഇനി എന്താണ് ഒഴിവാവാനുള്ളത്? പിന്നെ ഇനി ഇത് മൊത്തത്തിന്റെ വിശദീകരണം പറയുന്നില്ല, ഇതിൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കുറച്ച് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പറയാം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സ്റ്റോപ്പ് ചെയ്യണേ.